ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാണ്ട് ഫ്രൈ ചെയ്യാത്ത ഒരു കിടിലൻ ചിക്കൻ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സ് ഇഫ്താർ സമയത്ത് കഴിക്കാൻ പറ്റാത്തവർക്കും അതേപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 3-4 പീസ് ചിക്കൻ എല്ലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ചിക്കന് നന്നായിട്ട് വേവിച്ചെടുക്കും വേണം. പിന്നെ ആ വെള്ളം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും വേണം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് കുക്കാവണം കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് എടുക്കരുത്, ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്തൊരു ലുക്കിലുണ്ട്. ഒട്ടും തന്നെ ഇതിലൊന്നും എണ്ണ ചേർത്തിട്ടില്ല, എന്നാലോ ചിക്കൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എല്ലിൽ നിന്ന് ചിക്കൻ്റെ ഇറച്ചി പീസ് മാത്രം എടുത്തിട്ട് മാറ്റണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ പോലും ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വേവിച്ച ചിക്കൻ ഇതുപോലെ ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നുകൊണ്ട് ക്രഷ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് പേസ്റ്റാക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു പാന് ചൂടാക്കിയ ശേഷം ആ ക്രഷ് ചെയ്തിട്ടുള്ളത് നേരെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. പാനിൽ നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും ചിക്കന്. അതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനും ക്യാരറ്റും ഈ സ്പ്രിംഗ് ഓണിയനും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആവുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ്, കുരുമുളക് പൊടി ഇത് രണ്ടും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ എണ്ണൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ചിക്കന് നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു ദോശയുടെ സ്നാക്ക് ഉണ്ടാക്കിയിരുന്നല്ലോ. ദോശൻ്റെ അകത്ത് ഈ ഒരു ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലൊക്കെ മതിയാവും കേട്ടോ, എണ്ണയില്ലാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളവർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലത്തെ സ്നാക്സൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് കുറേ പേര് കമൻസിലൊക്കെ പറയാറുണ്ട്, നാട്ടിൽ നമുക്ക് വിചാരിച്ച പോലെ ബ്രെഡിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ എനിക്കിപ്പോൾ മനസ്സിലായി. നമ്മളിതുപോലത്തെയൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എലൈറ്റ് ബ്രെഡൊക്കെ നല്ലതാട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ബ്രെഡ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല, കാരണം പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് നമുക്ക് ഒരു ഷേപ്പും ആക്കാൻ പറ്റില്ല. പിന്നെ ചീസിൻ്റെ സ്ലൈസ് വേണം നമുക്കിതിലോട്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ചീസിൻ്റെ സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം മാക്സിമം ഇതുപോലത്തെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് എടുക്കാണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി കുഴയിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ചില ബ്രെഡ് നമുക്ക് ആവി കയറ്റിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലോണം സ്മൂത്തായിട്ട് കിട്ടും. പക്ഷേ ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡ് ആകുമ്പോൾ ആവി കയറ്റുമ്പോൾ അത് അവിടെ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഇത് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു വൃത്തി തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ബ്രെഡ് ഈ ഒരു ബ്രെഡ് ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനത്തെ മിൽക്ക് ബ്രെഡൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വെള്ളം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം വേണം ഈ ഒരു ഫില്ലിങ് അകത്ത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ശരിക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വെള്ളം കൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നന്നായിട്ട് അത് സ്റ്റിക്ക് ആയിക്കോളും. പക്ഷേ ഇത് ഒട്ടുന്നില്ലായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്നാക്കും ഇതുപോലെ തന്നെ സൈഡൊക്കെ വെള്ളം കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ, അകത്ത് ഫില്ലിങ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ എല്ലാ വശവും നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ലോണം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ ഓട്ടോപാത്രത്തിലാണ് ഞാൻ ആവി കയറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റീമർ എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് പോലെ ആക്കിയത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഓറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതുപോലെ അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ആ ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ചീസ് ഫ്രീസറിലൊക്കെ വെച്ച ചീസാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആ ചീസ് മെൽറ്റായിട്ടുണ്ടോ എന്ന് നോക്കട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയാണെങ്കിൽ മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്നാക്ക് കൂടി നമുക്കിതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചീസിനെ സ്ലൈസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചില്ലി ഫ്ലേക്സും ഒറിഗാനും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഇതുപോലത്തെ ഹെൽത്തി സ്നാക്സൊക്കെ കഴിക്കുന്നതന്നെ നല്ലത്. കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നേരം അങ്ങനെ വെക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒരു ഇഫ്താറിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 1-2 മണിക്കൂർ മുമ്പൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പുറത്ത് വെച്ചാലും മതി, കേടൊന്നും ആവില്ല. ചീസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കാക്കി എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിതൊരു 3 മണി ഒക്കെ സമയത്ത് ഞാനിതുപോലെ ആവി കയറ്റിയെടുത്തിട്ട് വൈകിട്ട് വരെ ഒരു 3-4 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് എന്താ പറയുക എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക്. പിന്നെ എരിവ് ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കുക കേട്ടോ. അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും. അതുപോലെ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയുണ്ടെന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്പൂൺ കൊണ്ട് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് ആ ഒരു സ്ലൈസായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈസി ടു കുക്കായിട്ടുള്ള ഫ്രൈ ചെയ്യാതെ ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.